ഏകദേശം 17 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. 17 വർഷം. 2007 മുതലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചത്. ഞാൻ കൂടുതലും ഇതിനെ പഠിക്കാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഗൂഗിളായിരുന്നു. യൂട്യൂബൊക്കെ വളരെ കുറച്ച് നാളായാലും പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷേ മുമ്പ് ഞാൻ കൂടുതലും ഇതിനെ ആശ്രയിച്ചിരുന്നത് ഗൂഗിളായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്കും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ പഴയ അനുഭവങ്ങൾ വെച്ച് ഞാനൊരു പുതിയ പോർട്ട്ഫോളിയോ ആരംഭിക്കുകയുണ്ടായി. ശെരോദ എന്ന് പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലൂടെയാണ് ഞാൻ അത് ആരംഭിച്ചത്. 2007 കാലഘട്ടത്തിൽ 2008 ഇടവിൽ എനിക്ക് നല്ല നഷ്ടം സംഭവിച്ചു. പിന്നീട് ഞാൻ വീണ്ടും കുറച്ചൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ചെറിയ നേട്ടങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ 2020 ശേഷമാണ് എനിക്ക് കാര്യമായി പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയത്. ആ പ്രോഫിറ്റ് കിട്ടിയ അനുഭവങ്ങൾ വെച്ച് ഞാൻ ശെരോദ അക്കൗണ്ടിലൂടെ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ 2002 മെയ് മാസത്തിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുമായി തുടങ്ങിയ ഞാൻ പിന്നീട് നല്ല രീതിയിൽ വളർന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് ഉള്ള നല്ല തുക ഞാൻ വിഡ്രോ ചെയ്യുകയും പല പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു ഏജ് എന്ന് പറയുന്നത്, പ്രായം എന്ന് പറയുന്നത് ഒരു 16.5 മാസമാണ്. അതായത് ഏകദേശം 16 മാസവും 20 ദിവസവും, അത് 500ഓളം ദിവസങ്ങളാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 16.5 മാസം കൊണ്ട് എനിക്ക് എന്തൊക്കെ കിട്ടി, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രമാത്രം വളർന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം വിശദീകരിക്കുകയാണ്. എൻ്റെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അനുഭവങ്ങളിൽ നിന്ന് ഉള്ള ആദ്യ കാര്യം എന്നുള്ളതിൽ എൻ്റെ നിലവിലുള്ള പോർട്ട്ഫോളിയോനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നിലവിലുള്ള പോർട്ട്ഫോളിയോയിൽ അതിന് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 70% ഡെപ്റ്റ് ഫണ്ടുകളിലാണ്. മ്യൂച്വൽ ഫണ്ടുകളും ETF ഉണ്ട്, ഡെപ്റ്റ് ഫണ്ടുകൾ. പിന്നീട് 30% ഭൂരിപക്ഷവും 20% അല്ലെങ്കിൽ 25% എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും എക്വിറ്റി ETF-കളുമാണ്. വെറും 5% മാത്രം ഞാൻ നേരിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് നല്ല റിട്ടേൺ തന്നെയാണ് കിട്ടിയത്. കാരണം 70% ഡെപ്റ്റ് ഫണ്ടിലുള്ള ഒരാൾക്ക് ഈ 16.5 മാസം കൊണ്ട് എനിക്ക് 40% റിട്ടേൺ, 40%-ത്തിൽ പുറത്ത് റിട്ടേൺ എനിക്ക് കിട്ടി. അതായത് എൻ്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന് 1 ലക്ഷം രൂപയുടെ ഒരു യൂണിറ്റായി എടുക്കുകയാണെങ്കിൽ ഈ 16.5 മാസം കൊണ്ട് 70% ഡെപ്റ്റ് ഫണ്ടിലുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 1,40,40,600 40.6% വളർന്നു. അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഞാൻ അതിൻ്റെ ആനുവൽ റിട്ടേൺ ഒന്നും എടുക്കുന്നില്ല. എനിക്ക് മൊത്തം കിട്ടിയ വരുമാനം 40,600 രൂപയാണ്. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ ലക്ഷം രൂപയ്ക്കും എനിക്ക് 40,600 രൂപ റിട്ടേൺ കിട്ടി. അപ്പോൾ ഈ 30% എനിക്ക് ഏറ്റവും കൂടുതൽ നേട്ടം തന്നത് വെറും 30%-ൽ മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ എക്വിറ്റി പോർട്ട്ഫോളിയോ ആണ്. ഞാൻ മുഴുവനും ഇടാത്തതും എൻ്റെ പഴയ അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ 100% എക്വിറ്റി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. കാരണം ഒരു മാർക്കറ്റ് ക്രാഷ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 55-60% വരെ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് 2008 മനസ്സിലായി. ചിലപ്പോൾ വരുമായിരിക്കും, ഏത് സമയമാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ 20% ഡെപ്റ്റിൽ പിന്നെ കുറച്ച് ഗോൾഡിലും ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നത് എക്വിറ്റികൾ തന്നെയാണ്. ഏകദേശം 14,000 രൂപ എനിക്ക് കിട്ടിയത്. 14,000 രൂപ, അതായത് 14%. ഈ 40.6-ൽ 14% റിട്ടേൺ എനിക്ക് കിട്ടിയത് എക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടെയാണ്. ബാക്കി ഒരു 9% എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുള്ളത് എനിക്ക് ഡെപ്റ്റ് ഫണ്ടുകളിൽ കൂടിയാണ്. എന്നാൽ ഈ 9% ഡെപ്റ്റ് ഫണ്ടിൽ കൂടി കിട്ടിയതിനേക്കാൾ അധികം എനിക്ക് ട്രേഡിങ്ങിലൂടെ വരുമാനം കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിലവിൽ 1,23,000 രൂപയായി. 14,000 രൂപ എക്വിറ്റി റിട്ടേൺ, 9,000 രൂപ ഡെപ്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ, അൺറിയലൈസ്ഡ് റിട്ടേൺ ആണ് രണ്ട്. അത് 1,23,000 വരെ ആയി അല്ലേ. എനിക്ക് പിന്നെ ട്രേഡിങ്ങിൽ കൂടി കിട്ടിയതാണ് ബാക്കി വരുമാനം. ബാക്കി 17.6% ട്രേഡിംഗ് വഴിയാണ് കിട്ടിയത്. അത് ഇങ്ങനെയാണ് ട്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ പല കാറ്റഗറിയിലും ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. എക്വിറ്റിയിൽ ഉള്ള വരുമാനമുണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ നിന്ന് വരുമാനമുണ്ട്, കറൻസി ട്രേഡിംഗിൽ നിന്ന് വരുമാനമുണ്ട്, കമ്മോഡിറ്റിയിൽ ഒരു ചെറിയ നേരിയ നഷ്ടവുമുണ്ട്. ഞാൻ അത് ഇതുവരെ ലാഭകരമാക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഈ കറൻസി ട്രേഡിംഗ്, കമ്മോഡിറ്റി ട്രേഡിംഗ് അത്ര ഈ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് അത്ര അനുകൂലമായ രീതിയിലല്ല ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വൺ നഷ്ടം വരാവുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ വലിയ പരീക്ഷണങ്ങളൊന്നും നടത്താറില്ല. അപ്പോൾ ഏകദേശം 1,23,000 കഴിഞ്ഞ് എനിക്ക് 10,000 രൂപ റിട്ടേൺ കിട്ടിയത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ വഴിയാണ്. അതാണ് ആദ്യത്തെ 3 വരുന്നത്. എന്നാൽ ഡെപ്റ്റ് ഫണ്ടിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ വഴി കിട്ടി. എൻ്റെ 1,00,000-ൻ്റെ 10,000 രൂപ, 40,600 10,000 രൂപ എന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ വഴിയാണ്. അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത് കറൻസി ട്രേഡിംഗ് ആണ്. 6.6%, 6,600 രൂപ കറൻസി ട്രേഡിംഗിൽ കൂടെ എനിക്ക് കിട്ടി. എന്നാൽ ഞാൻ ഇപ്പോൾ നിലവിൽ കറൻസി ട്രേഡിംഗ് ചെയ്യുന്നില്ല. കാരണം അത് വളരെ റിസ്ക് ഉള്ളതാണെന്ന് പിന്നീട് മനസ്സിലായി. ഈ അടുത്ത കാലത്തൊക്കെ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, ഒറ്റയടിക്ക് 83 രൂപ ഉണ്ടായിരുന്നത് ഇപ്പം 86-ലെത്തി. ഇതൊക്കെ വൻ നഷ്ടം സംഭവിക്കാവുന്ന, പ്രത്യേകിച്ച് സെല്ലിംഗ് ഒക്കെ ചെയ്തവർക്ക് ഭീമമായ നഷ്ടം വരും. ക്യാപിറ്റൽ തന്നെ മൊത്തം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. അത് മനസ്സിലാക്കി തന്ത്രപൂർവ്വം ഞാൻ ഈ കറൻസി ട്രേഡിംഗ് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് എനിക്ക് അടുത്ത 5ാമത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത്, 5ാമത് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത് എക്വിറ്റിയുടെ. എനിക്ക് ചില എക്വിറ്റികളിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തത് വഴി എനിക്ക് കിട്ടിയ ചെറിയൊരു ലാഭം, 1% ലാഭം, അതായത് 1,000 രൂപ. 1,00,000-ൽ 1% 1,000 രൂപയാണല്ലോ. അങ്ങനെ ആണ് ഈ 1,40,40,600
600 രൂപ. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരുന്നുവെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ 1,00,000 രൂപ ആയിരുന്നുവെങ്കിൽ, ഒരു യൂണിറ്റിന്റെ ഫേസ് വാല്യൂ 1,00,000 രൂപ ആയിരുന്നുവെങ്കിൽ ഈ 16.5 മാസം കൊണ്ട് നിലവിൽ അതിന്റെ വളർച്ച 40,600 രൂപയാണ്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചില ബിസിനസ്സുകളൊക്കെ നഷ്ടത്തിലോട്ടെത്താം, ചില ബിസിനസ്സുകൾ ഒരു മീഡിയം ലാഭത്തിലോട്ടൊക്കെ ഒരുവിധം പിടിച്ചു പോകാമെങ്കിലും അതിൽ നിന്നുള്ള ഒന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എനിക്ക് ഈ 40,000 രൂപ 16 മാസം കൊണ്ട് 1,00,000 രൂപയിൽ നിന്ന് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടെ നിങ്ങളെ അറിയിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട്. കാരണം ഓരോ കാറ്റഗറിയിലും എനിക്ക് ഒരുപാട് അനുഭവ പാഠങ്ങളുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, അതിൽ നിന്ന് ആ ട്രേഡിംഗ് തുടർച്ചയായി 3 വർഷവും ലാഭത്തിലാണ്. ഓരോ വർഷവും ലാഭം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. ആദ്യം വർഷം വളരെ ചെറിയ ലാഭമേ ഉണ്ടായുള്ളൂ, പക്ഷേ അടുത്ത വർഷം ഒരുവിധം നല്ല ലാഭം എനിക്ക് കിട്ടി. ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ വളരെ ഉയർന്ന ലാഭമാണ് എനിക്കുള്ളത്. പലർക്കും നഷ്ടം വന്ന ഒരു വർഷമാണ് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, പക്ഷേ എനിക്ക് നല്ല ലാഭം എനിക്ക് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ വഴി ലഭിച്ചു. അങ്ങനെ ഈ ഓരോ കാറ്റഗറിയിലുള്ള അനുഭവ പാഠങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. കൂടാതെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിലവിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്, ഏതൊക്കെ സ്റ്റോക്കുകളാണുള്ളത്, ഏതൊക്കെ ETF-കളാണുള്ളത് എന്നതിനെക്കുറിച്ചും പുതിയ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോ എത്രത്തോളം വ്യൂ ചെയ്യുന്നു, എത്രത്തോളം പേരിൽ എത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത വീഡിയോ തയ്യാറാക്കുന്നത്. കാരണം എനിക്ക് ഇത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഉപയോഗം ചെയ്യുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷകരമായിരിക്കും. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ അധികമൊന്നും ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് ചെയ്തിട്ടും വലിയ പ്രയോജനമില്ലല്ലോ. എന്തായാലും ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഞാൻ 16.5 മാസം മുമ്പ് തുടങ്ങിയ ആ പോർട്ട്ഫോളിയോ നിലവിൽ അതിന്റെ നെറ്റ് അസറ്റ് വാല്യൂ 1,40,600 രൂപയായി ഉയർന്നിരിക്കുന്നു. തീർച്ചയായും വരും വർഷങ്ങളിലും ഈ 2025-ലും എനിക്ക് വളരെയധികം ശുഭപ്രതീക്ഷയുണ്ട്. ഇത് വീണ്ടും വളരെ ഉയർന്ന ഒരു നിലയിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മാസവും ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയുടെ വളർച്ചയെപ്പറ്റി ഒരു ചെറിയ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടോ എനിക്ക് അവതരിപ്പിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞാനിത് തുടരും എന്ന കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും നേരുന്നു.